ഹലോ ഗൈസ്, രാവിലെ തന്നെ യൂണിഫോത്തിൻ്റെ പരിപാടിയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തേച്ചിട്ടേക്കുന്ന യൂണിഫോം ഒക്കെ നോക്കി തമ്പുരിയിരിക്കുകയാണ്. ഈ നോട്ട് ഇന്ന് സമയം കളയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ സമയം പോയി കേട്ടോ. പിന്നീട് അവളെ വേഗം അമ്മ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് പൊട്ടും കുത്തി സുന്ദരിയാക്കി പുറത്തിറക്കിയത് ചേച്ചിക്കും പോകണമായിരുന്നു. പിന്നെ ചേച്ചി തമ്പുരുവിനെ എടുത്തോണ്ട് ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ. വണ്ടി വേഗം പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. തലേദിവസം പെയ്ത മഴയുടെ സമയത്ത് വന്ന് ഈ കുരുപ്പമണ്ണില്ലേ അതെല്ലാം അവിടെ ഇങ്ങനെ വന്ന് അടിഞ്ഞു കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ അണ്ണാനും കാക്കയും പച്ചിലക്കുടുക്കൊക്കെ കുത്തി തിന്ന ഈ ആനിച്ചക്ക ഉണ്ടല്ലോ അതിൻ്റെ കുറേ വേസ്റ്റ് വീണിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്തൊക്കെ തമ്പുര് പോയി ചവിട്ടി കഴിഞ്ഞാൽ അത് അവളുടെ 2 ഷൂസിലും നല്ല ചിത്രപ്പണി ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, തമ്പുരുവിനെ എടുക്കാൻ പറഞ്ഞ് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി കൂട്ടിയാണ് ചേച്ചി അവളെ എടുത്തുകൊണ്ട് പോകുന്നത്. അമ്മയും തമ്പുരുവും ചേച്ചിയും കൂടി നേരെ വഴി കയറി കേട്ടോ. ഇന്ന് ചേച്ചിക്ക് ഒരു ക്ലാസ് ഉണ്ട്, എന്തോ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ എന്തോ ഒരു ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേച്ചി പോകാൻ ചേച്ചി റെഡിയായിരുന്നു. അതാണ് ചേച്ചി രാവിലെ അവളുടെ കൂടെ ഓടിയത്. അങ്ങനെ ഓടിയവർ മേളിൽ വന്നു കേട്ടോ. മേളിൽ വന്ന് നിന്നപ്പോഴേ തമ്പുരുവിന് ദാഹം തുടങ്ങി. അവളെല്ലാം നടന്നെങ്കിലും അവൾക്ക് ദാഹം കൂടും കേട്ടോ. കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. അങ്ങനെ ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ആളിങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചി എന്തൊക്കെയോ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, സ്കൂളിലെ കാര്യങ്ങൾ. നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതൊക്കെ അവൾ ക്യൂരിയോസിറ്റിയുടെ കേൾക്കും കേട്ടോ. അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് തന്നെ കയ്യെ തൂങ്ങി നിന്നപ്പോഴത് ഓട്ടോ വന്നു. അമ്മ പറഞ്ഞു, ദേ തമ്പുരു നോക്കി, നമുക്കുള്ള വണ്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. തമ്പു നല്ല ക്യൂരിയോസിറ്റിയുടെ നോക്കിയിരുന്നു. പക്ഷേ അത് നമ്മുടെ വണ്ടിയല്ലായിരുന്നു. അമ്പടാ എന്നൊരു അവസ്ഥയിലായപ്പോഴത്തേക്കും തമ്പുരു അമ്മയുടെ നേരെ നോക്കി കുറച്ച് ദേഷ്യപ്പെട്ടു കേട്ടോ. പിന്നെ ഒന്നും മിണ്ടിയില്ല ആൾ. അങ്ങനെ മിണ്ടാതെ നോക്കി നിൽക്കുക കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടോ. തമ്പുരുവിന് നമ്മൾ വിടുന്നത് ജിനീഷേട്ടൻ്റെ വണ്ടിക്കാണ്. നമ്മൾ ഏത് രാത്രി വിളിച്ചാലും വേഗം ഓടി തന്നെ ആളാണ് കേട്ടോ ജിനീഷേട്ടൻ. ആ മേളിലെ കുറേ കുട്ടികളുണ്ട്, നമ്മുടെ നന്ദു ഉണ്ട്. നന്ദു വരുന്ന സീറ്റാട്ടോ ഫ്രണ്ടിലത്തെ. കഴിഞ്ഞ വർഷം വരെ നന്ദു ആയിരുന്നു ഏറ്റവും കുഞ്ഞത്. ഇപ്പോൾ ഏറ്റവും കുഞ്ഞത് തമ്പുരു വേണ്ട, തമ്പുരുവിൻ്റെ ഫ്രണ്ടിൽ നിർത്തി ജിനീഷേട്ടനെ അതിൻ്റെ അകത്ത് കാണാൻ കേട്ടോ. ബാക്കി നമ്മുടെ കുഞ്ഞു കൂട്ടുകാരൊക്കെ മേളിലുള്ള പിള്ളേരായിട്ടോ. അവരെല്ലാവരും നമുക്ക് ടാറ്റ തരുന്നുണ്ട്. നന്ദു അവിടെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അവർ ടാറ്റയൊക്കെ പറഞ്ഞ് പതിയെ അങ്ങ് പോയി കേട്ടോ. ഇനിയുള്ള പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് പോകണം, അമ്മ തിരിച്ച് വീട്ടിൽ പോകണം, നമുക്കും വേറെ പരിപാടികളുണ്ട്. അങ്ങനെ നിന്ന സമയത്ത് ഇതേ നമ്മുടെ അച്ചു വരുന്നുണ്ട് കേട്ടോ. ചേച്ചി അവളും കൂടിയാണ് ക്ലാസ്സിന് പോകുന്നത്. അവൾ അച്ചു +2 കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അവളിപ്പോൾ ഫ്രീ ആണ്. പിന്നെ ചേച്ചിക്ക് ഇന്നിപ്പോൾ വർക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ചേച്ചി ക്ലാസ്സിന് പോയി. രണ്ടുപേരുടെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ക്ലാസ്സിനാട്ടോ പോകുന്നത്. സമയം എങ്ങനെയോ കറങ്ങി തിരിഞ്ഞു വീണ്ടും വൈകുന്നേരം വന്നെത്തി കേട്ടോ. 4:30 ആകാറായിട്ടുണ്ട്. 4:30 4:15 ഈ ടൈമിനിടയ്ക്കാട്ടോ തമ്പുരു വരുന്നത്. അമ്മ വീണ്ടും മേളിൽ കയറി നിൽപ്പുണ്ട്, നമ്മൾ ക്യാമറയായിട്ട് പുറകെ. തമ്പുരു ഓട്ടോയിൽ നിന്ന് വന്ന് ഇറങ്ങി കേട്ടോ. ഇനിയുള്ള പരിപാടി തിരിച്ച് വീട്ടിലേക്ക് പോക്കാണ്. വീട്ടിലേക്ക് പോകുന്നത് കയറിപ്പോയി അത്രയും കൗതുകമുള്ള കാര്യമല്ല. കാരണം തിരിച്ച് അവൾ എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും അമ്മ കൂടെ ഉണ്ടെങ്കിൽ അമ്മേനെ കൊണ്ട് അവൾ എടുപ്പിക്കും. ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ വലിയ വാശികൾ നടക്കിയാൽ നമുക്കറിയാം. എന്നാലും അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അമ്മേനെ കൊണ്ട് എടുപ്പിക്കും. വേതാളം തോളെ തൂങ്ങിയതുപോലെ തന്നെ തമ്പുരു കയറി തോളെ തൂങ്ങി കേട്ടോ. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടക്കുന്നുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴുമെന്ന് ചേച്ചി പുറകിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. പോകുന്ന വഴിക്ക് നാളെ നീ തമ്പുരു നീ നടന്നു പോയാലെങ്കിൽ ഇനി സ്കൂളിൽ വിടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ ദേഷ്യപ്പെടുകയും കരയുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. കൊച്ചിന്ന് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്, മടുത്തെന്ന് തോന്നണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവളെ തൂക്കും തലോടും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെയായിരുന്നു, ഞങ്ങളും കുഞ്ഞായ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. സ്കൂളിൽ നിന്ന് വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ പതിയെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നത് വീട്ടിൽ അപ്പ ഉണ്ടായിരുന്നു. അപ്പ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയുടെ ഓരോ പരിപാടിയായിരുന്നു. തമ്പുരു ഓടിപ്പോയി ഡ്രസ്സ് മാറി വന്നു കപ്പയുടെ പരിപാടിയുടെ കൂടെ കൂടി കേട്ടോ. അപ്പോൾ ചെണ്ടൻ കപ്പ പുഴുങ്ങാനുള്ള രീതിയിൽ കപ്പയെല്ലാം ശരിയാക്കിയപ്പോൾ തമ്പുരുവും കൂടെ പോയിരുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ ചായക്ക് കപ്പയാട്ടോ. അതിൽ നിന്നൊരു കപ്പ കഷ്ണം എടുത്തുകൊണ്ട് തമ്പുരു അകത്ത് കയറി അത് കഴുകി അവളുടെ ആവശ്യത്തിന് അവൾ കഴിച്ചു. പിന്നീട് അവളുടെ തുണി അമ്മ ഏകദേശം അലക്കി ഒരു ബണ്ടിൽ കണക്കൊക്കെ കൊണ്ട് കട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയിൽ മടക്കാൻ അവൾക്ക് ഒരു കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവളുടെ തുണിയെല്ലാം അവൾ തന്നെ മടക്കി വെക്കും. ഓരോ തുണിയെടുത്ത് പ്രത്യേക രീതിയിൽ മടക്കി വെക്കുന്നതാണ് ഞങ്ങൾ ഓർക്കും ഇവളിത് എങ്ങനെ പഠിച്ചു എന്ന്. ഭയങ്കര രസമുണ്ട് കേട്ടോ അവൾ മടക്കി വെക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ ഇന്ന സമയത്ത് അമ്മ ദേ കപ്പയിനെ കഴുകി നല്ല വൈറ്റ് സിമെൻ്റ് അടിച്ച പോലെ ആക്കി അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ഇച്ചി പച്ചമുളക് പറിക്കാനായിട്ടോ. കാന്താരിമുളക് നമുക്ക് ഈ പറമ്പിൽ 3-4 ചീനി നിൽപ്പുണ്ട്. എങ്ങനെ പോയാലും എല്ലാ സമയത്തും ഇതുണ്ട് കേട്ടോ. കിട്ടിയ മുളക് അമ്മ കൊണ്ടുവന്ന് ഉള്ളിയും ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളിയും ആവശ്യത്തിന് എണ്ണയും ചേർത്ത് അരച്ചെടുത്ത് കേട്ടോ. ചെണ്ടൻ കപ്പയും കട്ടൻ ചായയും മുളകും നല്ല കോമ്പിനേഷനാണ്. വൈകുന്നേരം ചായയും കുടിച്ച് ഞങ്ങൾ ഇരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ചങ്ങന്മാരെ. അപ്പോൾ താങ്ക് യു.